BJP ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രം കാര്യങ്ങളെല്ലാം വോട്ടിന് വേണ്ടിയുള്ള തന്ത്രം ചെയ്യുള്ളൂ. അപ്പോൾ BJPയുടെ ഭരണത്തിന്റെ വീഴ്ചയാണോ ഇതിനൊരു തന്ത്രമായി വോട്ടിംഗ് തന്ത്രമായി എടുക്കാനുള്ള കാരണം? ചേട്ടൻ എന്താ തോന്നുന്നത്? അതായിരിക്കും. വിശ്വാസമുണ്ട്, പള്ളിയിലൊക്കെ പോകണം, പോയിക്കോട്ടെ. ഈ സർക്കാരിന്റെ കാശ് എടുത്ത് എന്ത് പണി എന്തിനാണ്? എന്താവശ്യം എന്താണ്? ഇയാളൊന്നും ഭക്തി നോക്കണ്ട. അമ്പലവും പള്ളിയും ഒക്കെ ഞങ്ങൾ അവരോട് നോക്കിക്കോളും. ഭക്തി എല്ലാവർക്കും ഭക്തിയുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിലായേ? ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി എല്ലാവരും പ്രധാനമന്ത്രിയാണ്. അയോധ്യയിലെ ആൾക്കാർ പ്രധാനമന്ത്രി അല്ല. അദ്ദേഹം എല്ലാത്തിൻ്റെയും പ്രധാനമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹം നോക്കണ്ട. അത് നോക്കാണ്ട് പള്ളിയിലെ ആൾക്കാരുണ്ട്, അമ്പലത്തിലെ ആൾക്കാരുണ്ട്. സർക്കാരിന്റെ പണം വെച്ച് ജനങ്ങൾക്ക് ഉപയോഗിക്കുക. അമ്പലം നോക്കിക്കോളും. എന്ത് തന്ത്രം? അവർക്ക് എന്തിനാ തന്ത്രം നനയേണ്ട കാര്യമില്ലല്ലോ. അവർ ഓൾറെഡി സെറ്റ് അല്ലേ. BJP ഇനിയും വരും? തീർച്ചയായിട്ടും. BJP പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും അതോ? തീർച്ചയായിട്ടും. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അത് ശക്തമായ പ്രതിപക്ഷം ഇല്ലാത്ത കാരണം. പ്രതിപക്ഷം ഇല്ലാത്ത കാരണം. അപ്പോ നമ്മുടെ കോൺഗ്രസ് ഇപ്പോൾ ശക്തമായ പ്രതിപക്ഷമല്ല എന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും അറിയാലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവര് തമ്മിൽ ഐക്യമില്ല, അത് തന്നെ കാര്യം. പക്ഷെ ഇപ്പൊ പുതിയൊരു മുന്നണി വന്നിട്ടുണ്ടല്ലോ, ഇന്ത്യ എന്ന് പറഞ്ഞ. പ്രതിപക്ഷങ്ങളെല്ലാം എല്ലാ പാർട്ടിയും ഇതൊക്കെ ഇലക്ഷൻ ആകുമ്പോൾ ഇന്ത്യ എന്നുള്ള മുന്നണിയുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും ഏകദേശം. ഈ സീറ്റ് ധാരണ വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഏകദേശം ഇന്ത്യ എന്നുള്ള ആ സംഘടന എന്തോരം പോകുന്നുള്ളതും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും. പലർക്കും ചെയ്തായി വരുന്നു. സീറ്റ് ധാരണ ആവട്ടെ, സെറ്റ് ആവട്ടെ. സെറ്റാകുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ ഇന്ത്യ എന്ന മുന്നണിയുടെ നീക്കം അറിയില്ല. എനിക്കത് തോന്നിയിട്ടില്ല. ഒരു ദൈവിക കാര്യങ്ങളല്ലേ, നല്ലതല്ലേ നടക്കട്ടെ. BJP ഇനി വീണ്ടും ഇന്ത്യയെ ഭരിക്കുമോ പൂർവാധികം ശക്തിയോടെ? അത് വരാനേ സാധ്യതയുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അത് ഇവിടെ രാജ്യത്തിന് പോക്ക് അങ്ങനെയാണല്ലോ, ഭരണ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ വരാൻ സാധ്യതയില്ലല്ലോ. പ്രതിപക്ഷത്തിന് ശക്തി പോരല്ലോ. നല്ല നേതാക്കന്മാരുണ്ട്. ആ വരും, സാവധാനം വരുമായിരിക്കും. സാവധാനം വന്നോളൂ. ഇല്ല, തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇതല്ല, എവിടെയും എന്ത് വേണമെങ്കിലും തുടങ്ങാനല്ല. ആരാധനല്ലേ അത്. അതിനകത്ത് എത്ര കാണുന്നുള്ള, വേറെ ഒന്നും കാണുന്നില്ല, രാഷ്ട്രീയമായിട്ടൊന്നും കാണുന്നില്ല. തീർച്ചയായിട്ടും ഇലക്ഷൻ തന്ത്രം തന്നെയാണ്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ആരാധനാലയം പണിത് അത് വോട്ടാക്കി മാറ്റാനുള്ള ഒരു തന്ത്രം BJPയുടെ ഭരണത്തിന്റെ തകർച്ചയായിട്ട് തോന്നുന്നുണ്ടോ? പിന്നെന്താ, തകർച്ച തന്നെയാണ് അത്. ആരാധന എല്ലാ മത ആളുകൾക്കും ആരാധന നിർബന്ധമാണ്. പക്ഷെ അതൊരു പള്ളി പൊളിച്ചിട്ട് ഒരു അമ്പലം പണിതിട്ടല്ലോ ഒരു രാമക്ഷേത്രം പണിയല്. അപ്പൊ ഈ രാമക്ഷേത്രം പണിയുന്നത് രാമക്ഷേത്രം പണിയുന്നത് നല്ല തന്നെയാണ്. ഇപ്പൊ അബുദാബിയിൽ അമ്പലം പണിതിട്ടുണ്ട്. മുസ്ലിം രാഷ്ട്രത്തിനാണ് ഒരു അമ്പലം പണിത് കൊടുക്കുന്നത്. അവിടെ ഇപ്പോൾ എത്രയോ സ്ഥലങ്ങൾ വേറെ ഇവിടെ ഉണ്ടല്ലോ. ഈ അയോധ്യയിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വേറെ എടുക്കുകയാണ്. അപ്പോൾ ഒരു പള്ളി പൊളിക്കാതെ തന്നെ ഒരു അമ്പലം പണിയാണെങ്കിൽ അത് വലിയൊരു വൃത്തിയായിരുന്നു, നമുക്കൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇത് രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. അത് വോട്ട് നേടാനുള്ളത്. ഇപ്പൊ ഒരു പൂജ നടത്തണത് പൂജാരിയല്ലേ നാട്ടിൽ. പ്രധാനമന്ത്രി ഇളിമ്പ്യനാകുകയല്ലേ, ഒരു പരിഹാസ. അപ്പൊ അത്ര അത് ബുദ്ധിയില്ലാത്തത് ബോധമില്ലാത്തല്ലോ, അത് അവരുടെ ഒരു തന്ത്രം. ഇവിടെ ഭരണം വേറെ, തന്ത്രങ്ങൾ വേറെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഭരണം എന്ന് പറഞ്ഞാല് ഇതൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയുടെ ഇൻഡെക്സ് വർദ്ധിക്കുക. അത് ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നോക്കിയാൽ തന്നെ അറിയാലോ, മറ്റേ കോടീശ്വരന്മാർക്ക് വേണ്ടിയുള്ള ഭരണമല്ലേ. സാധാരണക്കാരുടെ ഇപ്പൊ ഈ അടുത്ത് സന്തോഷ് ജോർജിന്റെ സഞ്ചാരം പരിപാടിയിൽ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് ഗുജറാത്ത്. അതില് നേട്ടങ്ങളും കോട്ടങ്ങളും കാണിക്കുന്നത്. എന്താ വെച്ചാൽ സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ഗ്രാമം കാണിക്കുന്നുണ്ട്. വളരെ ശോചനീയാവസ്ഥ. അപ്പൊ അവര് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഗവൺമെന്റ് അല്ല, അവര് മൾട്ടിപ്പിൾ വലിയ വലിയ മുതലാളിമാരെ, അദാനിമാരെ, അംബാനിമാരെ ഉണ്ടാക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ഗുജറാത്തുകാരും കൂടിയാണല്ലോ അവര്. അപ്പൊ ഗുജറാത്തിന് വേണ്ടിയാണ് ഈ സർക്കാർ എന്നൊരു സംശയമുണ്ട്. ബാക്കിയുള്ള കേരളം പോലെ ഇങ്ങറ്റത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങൾ, ശരിക്കും അവിടെ തമിഴ്നാട്, തെക്കൻ സംസ്ഥാനങ്ങളെ ചവിട്ടിയെടുത്ത് ഈ ടാക്സ് കൊണ്ട് വടക്കേ ഇന്ത്യക്കാരെ പോറ്റുന്നു എന്നൊക്കെ ഇതിനെക്കുറിച്ച് എനിക്കുള്ള അഭിപ്രായം. തന്ത്രം തന്നെയാണത്. അതാണല്ലോ, അത് പറഞ്ഞിട്ടാണല്ലോ അവര് കേറിയത് തന്നെ. എന്നൊന്നും പറയാനില്ല, എനിക്ക് കൂടുതൽ എന്ത് പറയാനുള്ളത്. രാമക്ഷേത്രം പണിത രാമൻ ഇവിടെ ജനിച്ചത് ത്രേതായു യുഗത്തിലാണ്. ത്രേതായുഗ യുഗം എന്ന് പറയുമ്പോൾ ഒരു 1000 കൊല്ലം. ആ കൊല്ലത്തിൽ ജനിച്ച ആൾ ഇപ്പോൾ ഒരു പുതിയൊരു ക്ഷേത്രം പണിത്, ഒരു ബാബരി മസ്ജിദ് പൊളിച്ച് ഒരു അമ്പലം പണിത്. അതൊക്കെ ഒന്നും വലിയ അർത്ഥമല്ല, ഒരു രാഷ്ട്രീയമാണ്. ഒന്നുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് കിട്ടേണ്ടതാണ്. അത് നമുക്ക് ഇപ്പോൾ സാധിച്ചു എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പണി തീരുന്നതിന് മുമ്പാണ് അയോധ്യയിൽ പ്രതിഷ്ഠ നടത്തിയത്, ഉദ്ഘാടനം നടത്തിയത്. പണി തീർച്ച ഉൾവശം എല്ലാം പണിയും തീർന്നിരുന്നു, പുറമെയാണ് ബാക്കി വന്നത്. അത് ടൂറിസം എന്ന് പറയുമ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ. കാരണം മറ്റുള്ളവരുടെ കണ്ണിൽ അങ്ങനെ തോന്നാം. അതുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാർക്ക് ജീവിതമാർഗം തന്നെ ഉണ്ടാകുന്നത്.
അപ്പോൾ അതിൻ്റെ പുരോഗതി എങ്ങനെയാണോ ആ പുരോഗതി അനുസരിച്ചായിരിക്കും മറ്റുള്ള ഉപജീവനങ്ങളും അടുത്തുള്ളവർക്ക് പുരോഗതി ഉണ്ടാവണത്. അല്ല, അതുകൊണ്ട് ഒരുപാട് പേരുടെ വിശപ്പ് അകറ്റുന്നുണ്ട്. അതാണ് അതിനകത്തുള്ള മാറ്റം. അതാണ് അതിനകത്ത് സത്യം അത് തന്നെയാണ്. അവരുടെ മെയിൻ അജണ്ട അത് തന്നെയാണ്. മതത്തിനെ കുറിച്ച് മതം വളർത്തി വോട്ട് നേടുക എന്നുള്ളതാണ് അവരുടെ മെയിനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി. അപ്പോൾ മെയിനായിട്ട് അവരുടെ പൊളിറ്റിക്കൽ വ്യൂ വെച്ച് അത് കറക്റ്റ് ആയിരിക്കും. വേറെ നമ്മൾ ചിന്തിക്കുന്നത് മതമല്ലല്ലോ, നമ്മൾ മതേതരത്വമാണല്ലോ നമ്മുടെ. അതാണ് നമ്മളുടെ അത് സംശയമൊന്നുമില്ല, അതൊരു തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ്. ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ അവിടെ പോയി അമ്പലത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ഉദ്ഘാടനം ചെയ്യേണ്ട കാര്യമില്ല. അത് രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതാണ് ചെയ്യൂലേ? ഇപ്പോൾ ഒരു ആരാധനാലയം പണിത് അത് പ്രതിഷ്ഠിച്ച് അത് തിരഞ്ഞെടുപ്പ് തന്ത്രമാക്കി അത് വിറ്റ് വോട്ട് വാങ്ങുക എന്ന് പറയുന്നത് BJPയുടെ തകർച്ചയായിട്ട് തോന്നിയിട്ടുണ്ടോ? അവർക്ക് അതല്ലാതെ വേറെ ഒന്നും ഇല്ലല്ലോ. തകർച്ചയായിട്ട് തോന്നാൻ വേറെ എന്തെങ്കിലും മുമ്പ് ഉണ്ടാവണ്ടേ? ഇപ്പം തകർച്ചയൊന്നുമല്ല, അത് അവരങ്ങനെയാണ്, ഒരു തുടക്കം മുതൽ അങ്ങനെയാണ്. അത് തകർച്ചയല്ല, അവരുടെ നിലവാരം അത് തന്നെയാണ് തുടക്കം മുതൽ, അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല.